ഇടവപ്പാതി ശക്തമായതോടെ അപ്പർ കുട്ടനാടൻ മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. തിരുവല്ല താലൂക്കിലെ പെരിങ്ങറ, ചാത്തങ്കേരി, മേപ്രാൽ മേഖലകളിലാണ് വെള്ളക്കെട്ട് ദുരിതമാകുന്നത്. ഇടവപ്പാതി ശക്തമായതോടുകൂടി അപ്പർ കുട്ടനാടൻ മേഖലയെല്ലാം വെള്ളപ്പൊക്ക ഭീതിയിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന അപ്പർ കുട്ടനാടൻ മേഖലയായ പെരിങ്ങര പഞ്ചായത്തിലെ മൂവടത്തുപടി മേപ്രാൽ റോഡിലാണ്. ഈ ദൃശ്യങ്ങളൊക്കെ കാണാം. വീടിന്റെ മുമ്പിലേക്കാണ് ഈ വെള്ളം ഇങ്ങനെ നിറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ വെള്ളക്കെട്ട് ഒഴുകിപ്പോകാനുള്ളത് യാതൊരു മാർഗവുമില്ല. കാരണം പാടങ്ങളുമെല്ലാം പാളയും മറ്റു മാലിന്യങ്ങളും എല്ലാം നിറഞ്ഞത് കാരണം ഈ വെള്ളക്കെട്ട് ഒഴുകിപ്പോകാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം അതുകൊണ്ട് ഇവിടെ നിന്നും കാൽനട യാത്രക്കാർക്കും ഇരുചക്രങ്ങൾ വാഹനങ്ങളിലേക്ക് വരുന്നവരൊക്കെ വളരെയധികം അപകടത്തിൽപ്പെടുന്ന ഒരു ദുസ്സഹമാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ 6 മാസം വേനലും 6 മാസം ഈ വർഷകാലം ആകുന്നത് കൊണ്ട് ഇവിടുത്തെ ജനജീവിതം ഏറ്റവും കൂടുതൽ ദുരിതത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട പല ആൾക്കാരോടുകൂടും ചോദിക്കുമ്പോൾ ഈ താഴ്ന്ന ഈ ചതുപ്പ് നിലങ്ങളായാൽ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടുത്തെ റോഡ് നിർമ്മാണവും ഒക്കെ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മേഖലയിലെ പലതരത്തിലുള്ള നീർച്ചാലുകളൊക്കെ ഈ സഞ്ചാരയോഗ്യമാക്കിയാൽ ഒരു പരിധി വരെ തന്നെ ഇവിടുത്തെ വെള്ളക്കെട്ടിനും ഈ വെള്ളപ്പൊക്കത്തിനൊക്കെ ശാശ്വത പരിഹാരമാകും. 2018 മഹാപ്രളയം നമ്മളെ ഓർപ്പിക്കുന്ന അതാണ്. പമ്പാ നദിയിലെയും അച്ചൻകോവിലെയും മണിമലയിലെയും ഒക്കെ വെള്ളം ഉയർന്നു വന്നപ്പോൾ ഇതുപോലെയുള്ള ഈ പാടങ്ങളും തോടുകളും ഒക്കെയാണ് നമ്മളെ ഈ പത്തനംതിട്ട ജില്ലയെ രക്ഷിച്ചത്. പക്ഷെങ്കിൽ ഇപ്പോൾ ഈ ഇടവപ്പാതിയിലെ ഏറ്റവും കൂടുതൽ ദുരിതപൂർണമായ ഒരു ചിത്രമാണ് നമുക്ക് ഇപ്പോൾ അപ്പർ കുട്ടനാടൻ മേഖലയായ തിരുവല്ലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ പ്രധാനപ്പെട്ട റോഡ് വെള്ളക്കെട്ടത്തിന് ഈ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ഈ വെള്ളം, അതായത് പ്രധാന ജലാശയങ്ങളിലെയൊക്കെ നദികളിലെ വെള്ളം ആയതിനാൽ ഈ വണ്ടികൾക്കോ ഇരുചക്രവാഹനങ്ങൾക്കോ ഒന്നും പോകാൻ തന്നെ കഴിയത്തില്ല. ഈ PW റോഡിൽ കൂടി ഇത് നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം. കാറുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കൂടി വളരെയധികം അപകടം പിടിച്ച രീതിയിലാണ്, വളരെയധികം സ്ലോയിലാണ് ഈ വണ്ടിയൊക്കെ ഓടി വരുന്നത്. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഇവിടുത്തെ മാലിന്യങ്ങളും റോഡൊക്കെ ഉയർത്തി അതിന് ഈ പോളകളും ഒക്കെ മാറ്റി ഈ വെള്ളങ്ങളൊക്കെ ഒഴിപ്പാനുള്ള ഒരു പദ്ധതിക്കാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. സ്കൂൾ വാഹനങ്ങളും സ്കൂൾ യാത്രക്കാരികളൊക്കെ നിരവധി കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ കൂടിയാണ് ഇവിടുന്ന് കടന്നു പോകുന്നത്. വാഹനങ്ങളൊക്കെ അപകടം പിടിച്ച രീതിയിലാണ്. അപ്പോൾ ഈ വെള്ളക്കെട്ടാണ് ഈ കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ഈ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടിന് കാരണമാകുന്നത്. ഇടവപ്പാതി ഇങ്ങനെ ശക്തമായി കഴിഞ്ഞാൽ ഇനിയും വെള്ളം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ ജീവിതം വളരെയധികം ദുരിതപൂർവ്വമാകുന്ന കാര്യത്തിൽ സംശയമില്ല. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ.